السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം സഅദി റഹിമഹുള്ളയുടെ സുആലും വജവാബുൻ ഫി അഹമ്മിൽ മുഹിമ്മാറ്റ്, പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള ചോദ്യോത്തരങ്ങൾ എന്ന റിസാല, ദീനിന്റെ ഉസൂലുകളും അടിസ്ഥാനങ്ങളെയും പറ്റി ചോദ്യോത്തര രൂപത്തിൽ ഇമാം സഅദി റഹിമഹുള്ള ക്രോഡീകരിച്ച റിസാലയാണ് നാം വായിക്കാൻ ആരംഭിച്ചത്. അതിൽ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ചോദ്യം, മാ ഹദ്ദു തൗഹീദി വമാ അഖ്സാമുഹു, എന്താണ് തൗഹീദിന്റെ നിർവചനം, ഏതൊക്കെയാണ് അതിന്റെ ഇനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, മാ ഹുവൽ ഈമാൻ വൽ ഇസ്ലാം വ ഉസൂലുഹുമാ അൽ കുല്ലിയ, എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം, അതിന്റെ അടിസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ വിശദമായി മനസ്സിലാക്കി. അതിനുശേഷം ഷെയ്ഖ് അടുത്തത് കൊടുക്കുന്നത് ചോദ്യോത്തര രൂപത്തിൽ ഇത് എഴുതാനുള്ള കാരണം, ഇതേ വിഷയങ്ങൾ ഷെയ്ഖ് തന്നെ ഖണ്ഡിതമായിട്ടും നസറായിട്ട് അഥവാ പാരഗ്രാഫ് ആയിക്കൊണ്ടും അതല്ലാതെ വേറെ പല പണ്ഡിതന്മാരും കവിതാ രൂപത്തിലുമെല്ലാം ഈ വിഷയങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ചോദ്യോത്തര രൂപത്തിൽ എഴുതാനുള്ള കാരണം ഷെയ്ഖ് ആദ്യം പറഞ്ഞു, പെട്ടെന്ന് മനസ്സിലാക്കാനും മറ്റൊരാളെ മനസ്സിലാക്കിപ്പിക്കാനുമെല്ലാം ഉപകരിക്കുന്നതായതുകൊണ്ടാണ് ചോദ്യോത്തര രൂപത്തിൽ ഷെയ്ഖ് ഇത് എഴുതാൻ കാരണം. അടുത്ത ചോദ്യം വായിക്കാം. അസ്സുആലു സാലിസ്, മൂന്നാമത്തേത്, മാ ഹിയ അർക്കാനുൽ ഈമാൻ ബി അസ്മാഇല്ലാഹി വസിഫാത്തിഹി, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണ വിശേഷണങ്ങളിലുള്ള ഈമാൻ, അതിന്റെ സ്തംഭങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു, തൗഹീദിന്റെ മൂന്നിനങ്ങളിൽ ഒന്നാമത്തേത് റുബൂബിയത്ത്, രണ്ടാമത്തേത് അസ്മാഉ സിഫാത്ത്, മൂന്നാമത്തേത് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞു. ഇതിൽ അസ്മാഉ സിഫാത്തിലെ ഈമാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാനും മനസ്സിലാക്കാനും എല്ലാം അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങൾ പഠിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് തന്നെ അസ്മാഉ വ സിഫാത്തുള്ള ഈമാൻ പരിപൂർണമാവുക, ശരിയാവുക എന്നുള്ളത് അതിന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ ജവാബായിക്കൊണ്ട്, ഉത്തരമായിക്കൊണ്ട് ഷെയ്ഖ് പറയുന്നു, അൽ ജവാബു ഹിയ സലാസത്തുൻ, അത് മൂന്നെണ്ണമാണ്. അസ്മാഉ സിഫാത്തിലെ ഈമാനിന്റെ റുക്നുകൾ, സ്തംഭങ്ങൾ മൂന്നെണ്ണമാണ്. ഈമാനുൻ ബിൽ അസ്മാഇൽ ഹുസ്ന കുല്ലിഹ, ഒന്നാമത്തേത് അസ്മാഉൽ ഹുസ്നയിലെല്ലാം മുഴുവനായിട്ട് വിശ്വസിക്കുക. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയോ അറിയിച്ചിട്ടുള്ള, സ്ഥിരപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ നാമങ്ങൾ ഏതൊക്കെയാണോ അത് വിശ്വസിക്കുക. ആ നാമം അള്ളാഹുവിനുള്ളതാണ്. ആ നാമം അള്ളാഹുവിന് എങ്ങനെയാണോ അതുപോലെ വേറൊരാൾക്കും ഇല്ല എന്നുള്ള നിലക്ക് അത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു തആല സമീഅാണ്, എല്ലാം കേൾക്കുന്നവനാണ്. മനുഷ്യനും സമീഅാണ്, കേൾക്കുന്നവനാണ്. പക്ഷെ അള്ളാഹു കേൾക്കുന്ന പോലെ മനുഷ്യർ കേൾക്കുവോ? ഇല്ല. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങൾ അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തുക എന്നുള്ളത്. രണ്ടാമത്തേത് ഈമാനുൻ ബിമാ ദല്ലത്ത് അലൈഹി മിനസ് സിഫാത്ത്, ആ നാമം അറിയിക്കുന്ന വിശേഷണം എന്താണോ അതിൽ വിശ്വസിക്കുക. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയുടെ അല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്ന വ സിഫാത്തുൽ ഉലയിലെ ഖായിദകളിൽപ്പെട്ട, അതിലുള്ള വിശ്വാസത്തിന്റെ ഖായിദകളിൽപ്പെട്ട ഒരു ഖായിദയാണ്, അള്ളാഹുവിന് ഏതൊരു നാമമുണ്ടോ, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള നാമമുണ്ടോ, അതിനകത്ത് ഒരു വിശേഷണം ഉണ്ടാകും. അള്ളാഹു അലീമാണ്, വിശേഷണം എന്താണ്? ഇൽമ്. അള്ളാഹു റഹീമാണ്, വിശേഷണം എന്താണ്? റഹ്മ. അള്ളാഹു തആല റിസ്ഖ് നൽകുന്ന റാസിഖാണ്, അതിന്റെ വിശേഷം റസ്ഖ്. അപ്പൊ അങ്ങനെ ഏത് നാമം എടുത്താലും അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിശേഷണം ഉണ്ടാകും. എന്നാൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെല്ലാം നാമങ്ങളായിക്കൊള്ളുന്നില്ല. അള്ളാഹുവിന് ചില വിശേഷണങ്ങളുണ്ട്. ഇപ്പൊ അള്ളാഹു തആല ഏഴാകാശത്തിന് മുകളിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങും, നുസൂൽ അള്ളാഹുവിന്റെ സിഫത്താണ്. അതുപോലെ തന്നെ അള്ളാഹു തആല അന്ത്യനാളിൽ വജാഅ റബ്ബുക സഫൻ, വജാഅ റബ്ബുക, പിന്നെ അള്ളാഹു മലക്കുകളും സഫായിക്കൊണ്ടും വരും എന്ന് പറയുമ്പോൾ അള്ളാഹു വരുന്നവനാണ്. പക്ഷേ അള്ളാഹുവിന് വരുന്നവൻ എന്നുള്ള ഒരു പേരോ അല്ലെങ്കിൽ ഇറങ്ങുന്നവൻ എന്നുള്ള ഒരു പേരോ അള്ളാഹുവിന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പൊ എല്ലാ നാമങ്ങൾക്കും ഒരു വിശേഷണം ഉണ്ടാകും, എല്ലാ വിശേഷണങ്ങൾക്കും ഒരു നാമം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അസ്മാഉൽ ഹുസ്നയിലെ ഈമാനിന്റെ റുക്നുകൾ, ഒന്ന് ആ നാമം വിശ്വസിക്കുക, രണ്ട് ആ നാമത്തിന്റെ അകത്തുള്ള വിശേഷണത്തെ വിശ്വസിക്കുക. മൂന്നാമത്തേത് ഈമാനുൻ ബി അഹ്കാമി സിഫാത്തിഹി വ മുതഅല്ലിഖാത്തിഹി, മൂന്നാമത്തേത് ആ നാമം
വിശേഷണം, നാമം അതിലടങ്ങിയിട്ടുള്ള വിശേഷണം, ആ നാമം അറിയിക്കുന്ന വിധി എന്താണോ അതിൽ വിശ്വസിക്കുക എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? ആ നാമം അറിയിക്കുന്ന വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു തആല അലീമാണ്, അള്ളാഹുവിന്റെ നാമം അലീം, അതിലുള്ള സിഫത്ത് എന്താണ്? അൽ ഇൽമ്. അതിന്റെ ഹുക്ം എന്താണ്? അതിന്റെ വിധി എന്താണ്? അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അതായത് അള്ളാഹു അലീമാണ്, ഇൽമ് എന്നുള്ള സിഫത്ത് ഉണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വിധി എന്താണ്? അള്ളാഹു അലീം ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയും. സമീഅ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹു കേൾക്കും. ഖദീർ ആയതുകൊണ്ട് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇങ്ങനെ എന്താണോ ആ നാമം അറിയിക്കുന്ന ആ വിധി, ഹുക്മ്, അതിനെ വിശ്വസിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് അസ്മാഉ സിഫാത്തിലുള്ള ഈമാൻ ഒരാളുടെ ശരിയാവുക. ഒന്ന്, നാമം എന്താണോ അറിയിക്കുന്നത് ആ നാമം അതിന് വിശ്വസിക്കുക, ആ നാമത്തിൽ ഉൾക്കൊള്ളുന്ന സിഫത്തിൽ വിശ്വസിക്കുക, അതിന്റെ ഹുക്മിൽ വിശ്വസിക്കുക. എന്നിട്ട് ഷെയ്ഖ് അത് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് പറയുന്നുണ്ട്. ഫനുഅ്മിനു ബിഅന്നഹു അലീമുൻ, നമ്മൾ വിശ്വസിക്കുന്നു അള്ളാഹു അലീമാണ്. കാരണം ഖുർആനിലും ഹദീസിലും എല്ലാം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള അള്ളാഹുവിന്റെ നാമമാണ്. അൽ ഇൽമുൽ കാമിലുൽ മുഹീതു ബികുല്ലി ഷൈ, അൽ ഇൽമ്, അതിലുള്ള സിഫത്ത് ഇൽമാണ്, പരിപൂർണമായ ഇൽമ്. അൽ മുഹീതു ബികുല്ലി ഷൈഇൻ, അതെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്, എല്ലാത്തിനെയും ചുറ്റിപ്പൊതിഞ്ഞ് ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹുവിന്റെ അറിവിൽ നിന്നൊന്നും പുറത്തുപോയില്ല. അപ്പൊ അള്ളാഹു അലീമാണ്, ഇൽമ് അള്ളാഹുവിന്റെ സിഫത്താണ്, അതെല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. وأنه قدير ذو قدرة عظيمة يقدر بها على كل شيء. وأنه قدير, الله قديران, الله നാമമാണ്. ذو قدرة, അതിലെ സിഫത്ത് ഖുദ്റത്താണ്, കഴിവുള്ളവനാണ്. അദീമത്തിൻ, മഹത്തായ ഖുദ്റത്തുള്ളവനാണ്. യഖദിറു ബിഹാ അലാ കുല്ലി ഷൈഇൻ, അതുകൊണ്ട് ആ ഖുദ്റത്ത് കൊണ്ട് എല്ലാ കാര്യത്തിനും കഴിയുന്നവനാണ്. വഅന്നഹു റഹീമുൻ വഹസനുൻ, അല്ലാഹു തആല റഹീമാണ്. ഇവിടെ നമ്മുടെ തൊബയിൽ ഹസൻ എന്നാണ് കാണുന്നത്, പക്ഷെ അവിടെ അള്ളാഹുവിന്റെ നാമം അല്ല ഹസൻ എന്നുള്ളത്. അവിടെ വരാൻ സാധ്യത അർത്ഥം കൊണ്ടും ആശയം കൊണ്ടും എല്ലാം അവിടെ വരേണ്ടത് മുഹ്സിൻ എന്നാണ്. എന്തെങ്കിലും തൊബയിലെ പ്രിന്റിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കണം, അല്ലാഹു അലം. എന്തായാലും വഅന്നഹു റഹീമുൻ വമുഹ്സിനുൻ ذو رحمة واسعة, അല്ലാഹു തആല റഹീമാണ്, അതുപോലെ മുഹ്സിനാണ്. റഹ്മത്ത്, കാരുണ്യം ചൊരിയുന്നവനാണ്. മുഹ്സിനും അതുപോലെ നന്മ ചെയ്യുന്നവനാണ്. ذو رحمة واسعة, റഹീം എന്നുള്ള നാമത്തിലെ വിശേഷണം എന്താണ്? പിന്നെ വിശാലമായ റഹ്മത്തുള്ളവനാണ്. യർഹമു ബിഹാ മൻ യശാ, അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവരോട് കാരുണ്യം ചൊരിയുന്നു. വഹാകദ, ഇതുപോലെ ബഖിയത്തുൽ അസ്മാഇൽ ഹുസ്ന വസിഫാത്തി വമുതഅല്ലിഖാതിഹാ, ബാക്കിയുള്ള നാമങ്ങളും വിശേഷണങ്ങളും എല്ലാം അങ്ങനെയാണ് വരിക. അപ്പൊ ഏതൊരു നാമത്തിലുള്ള വിശ്വാസം ശരിയാണെങ്കിൽ നാമം എന്താണോ നാമം അതിൽ വിശ്വസിക്കണം, അതിനകത്തുള്ള സിഫത്തിൽ വിശേഷണത്തിൽ വിശ്വസിക്കണം, അതിന്റെ ഹുക്മിൽ വിശ്വസിക്കണം. അസ്സുആലു റാബിഅ, നാലാമത്തെ ചോദ്യം, മാ ഖൗലുകും ഫീ മസ്അലതി ഉലൂവില്ലാഹി അലൽ ഖൽഖി വസ്തിവാഇഹി അലൽ അർശ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കെന്താണ് ഏത് വിഷയത്തിൽ? അള്ളാഹു തആലയുടെ ഉലൂവിന്റെ വിഷയത്തിൽ, അള്ളാഹു ഉന്നതനാണ്, അള്ളാഹു അലിയാണ്, അള്ളാഹു ഉന്നതിയിലാണ് എന്ന വിഷയത്തിൽ. അലൽ ഖൽഖ്, സൃഷ്ടികളുടെ മേലെ, വസ്തിവാഹി അലൽ അർശ്, അർശിന് മേലെ ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ. ഇത് വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരടിമ പെണ്ണ് അവൾ യഥാർത്ഥ വിശ്വാസിനിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഒന്ന് ഐനല്ലാഹ്, രണ്ട് മൻ അന. ഒന്ന് ഐനല്ലാഹ്, അല്ലാഹുവിടെ, രണ്ട് ഞാൻ ആരാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൾ മുഅ്മിനത്താണ് എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹു എവിടെയെന്ന് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങൾക്കും അള്ളാഹു എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അറിയില്ല. അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. പലരും വിചാരിച്ചിട്ടുള്ളത് അള്ളാഹു എല്ലായിടത്തും ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന് പ്രത്യേക ഒരു സ്ഥലമില്ല, അല്ലെങ്കിൽ എല്ലാവരുടെ ഉള്ളിലാണ് അള്ളാഹ്. അങ്ങനെ പല രീതിയിലുള്ള വിശ്വാസം ആളുകൾ വെച്ച് പുലർത്തുന്നുണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കേണ്ട വിശ്വാസ കാര്യങ്ങളിൽ ആദ്യത്തിൽ തന്നെ അറിയിക്കേണ്ട, പഠിപ്പിക്കേണ്ട കാര്യമാണ് ഐന അല്ലാഹ് എന്നുള്ളതിന്. ഫിസ്സമാ, എവിടെയാണ് അള്ളാഹു? അള്ളാഹു ആകാശത്തിലാണ് എന്നുള്ളത് അത് വിശ്വാസമായി ഉറപ്പിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അർശിന് മേൽ ഇസ്തിവാ ചെയ്തവനാണ് എന്നുള്ളത്. അതിന്റെ ജവാബ് ഷെയ്ഖ് പറയുന്നു, അൽ ജവാബു നഅരിഫു റബ്ബന ബിഅന്നഹു അലിയുൻ അഅല, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം മനസ്സിലാക്കുന്നു, അവൻ അലിയാണ്, ഉന്നതനാണ്, അഅല, അത്യുന്നതനാണ്. വേറൊരു നാമം ഈ ഒരു വിശേഷണത്തോടുകൂടി ഖുർആനിൽ വന്നിട്ടുള്ളത് മുതആൽ എന്നുള്ളതാണ്. മൂന്നും ആശയം കൊണ്ട് ഏകദേശം ഒന്ന് തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രം. ഉന്നതിയിലുള്ളവനാണെന്നർത്ഥം.
ബികുല്ലി മഅനൻ വഅ്തിബാരിൻ, എല്ലാ ആശയം കൊണ്ടും എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അലിയാണ്. അപ്പൊ എല്ലാ നിലക്കും അല്ലാഹു തആല അലിയാണെന്ന് പറയുമ്പോൾ, അല്ലാഹു ഉന്നതനാണ് എന്ന് വിശ്വസിക്കുമ്പോൾ, അലിയാണ്, ഉലൂവുണ്ട് എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ശൈഖ് അടുത്ത് പറയുന്നു ഉലൂവുദ്ദാത്ത്. ഒന്നാമത്തേത് ഉലൂവുദ്ദാത്ത്, അല്ലാഹു എന്നുള്ളത്, അല്ലാഹുവിന്റെ അസ്തിത്വം അലിയാണ്, ഉന്നതനാണ്, അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ളവനാണ്. അല്ലാഹു ഉലൂവ്, അർശിന് മേൽ ഇസ്തിവാ ചെയ്തവനാണ്. വഉലൂവുൽ ഖദ്രി വസ്സിഫാത്ത്, അതുപോലെ തന്നെ കഴിവുകൊണ്ട്, ശക്തി കൊണ്ട്, വിശേഷണങ്ങൾ കൊണ്ട് അല്ലാഹു തആല ഉന്നതനാണ്. അല്ലാഹുവിന്റെ ശക്തിയും കഴിവും അല്ലാഹുവിന്റെ വിശേഷണങ്ങളും എല്ലാം ഉന്നതമായതാണ്. മൂന്നാമത്തേത് വഉലൂവുൽ ഖഹ്രി, സർവ ആധിപത്യം കൊണ്ട് അല്ലാഹു തആല ഉന്നതനാണ്. അപ്പൊ 3 നിലക്ക് അല്ലാഹു അലിയാണ്. 1 ഉലൂവുദ്ദാത്ത്, 2 ഉലൂവുൽ ഖുദ്റ, 3 ഉലൂവുൽ ഖഹ്ർ. 1 ദാത്തിയായിട്ട് അസ്തിത്വപരമായിട്ട്, 2 കഴിവ് കൊണ്ട്, വിശേഷണങ്ങൾ കൊണ്ട്, 3 ആധിപത്യം കൊണ്ട്. സർവാധിപനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഉലൂവ് ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. വഅന്നഹു ബാഇനും മിൻ ഖൽഖിഹി, അല്ലാഹു തആല സൃഷ്ടികളിൽ നിന്ന് വേറിട്ടവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ നിന്ന് വേറിട്ടവനാണ്. അല്ലാഹു അലിയാണ്, അതേസമയം അല്ലാഹു ഖരീബാണ്, അടിമകളോട് അടുത്തിട്ടുള്ളവനുമാണ്. പക്ഷെ സൃഷ്ടികളിൽ നിന്ന് വേറിട്ടിട്ടുള്ളവനാണ്. മുസ്തവിൻ അല അർശിഹി, അർശിന് മേൽ ഇസ്തിവാ ചെയ്തവൻ. കമാ വസഫ ലനാ നഫ്സഹു ബിദാലിക്, എങ്ങനെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പറ്റി വിശേഷിപ്പിച്ച് തന്നിട്ടുള്ളത്, നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ നാം വിശ്വസിക്കുന്നു. കാരണം ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണത്. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു വൽ ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫു മജ്ഹൂലുൻ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഏതൊരു അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളെ സംബന്ധിച്ചും വിശ്വസിക്കേണ്ട അടിസ്ഥാനത്തെ പറഞ്ഞ വാക്കാണ് അൽ ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫു മജ്ഹൂലുൻ. ഇസ്തിവാ എന്നുള്ളത് അല്ലാഹു ഉയർന്നിരിക്കുന്നു, അർശിന്മേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു മജ്ഹൂലുൻ, അതെങ്ങനെയാണെന്നുള്ളത് എന്താണ്, മജ്ഹൂലായിട്ടുള്ള നമുക്കറിയില്ല. കാരണം അല്ലാഹു തആല ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഖുർആനിലൂടെ അറിയിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് ആ ഉയർച്ച, അതിന്റെ രൂപം എങ്ങനെയാണ്, അതിന്റെ കോലം എങ്ങനെയാണ്, നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി അല്ലാഹു നമ്മെ അറിയിക്കാത്തടത്തോളം കാലം, അല്ലെങ്കിൽ വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കാത്തടത്തോളം കാലം, വഹയി ലഭിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാത്തടത്തോളം കാലം നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, പറയില്ല. വിശേഷം അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ എന്താണോ അറിയിച്ചത് നമ്മൾ വിശ്വസിക്കും, അറിയിക്കാത്തത് എന്താണോ അത് അള്ളാഹുലേക്ക് വിടുകയും ചെയ്യും. ഫഖദ് അഖ്ബറനാ അന്നഹു ഇസ്തവാ, കാരണം എന്താണ്, എങ്ങനെയാണ് ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മെ അറിയിച്ചിട്ടുണ്ട്. വലം യുഖ്ബിർനാ അനിൽ കൈഫിയ്യ, അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മെ അറിയിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളുടെ വിശ്വാസത്തിലെ ഏറ്റവും അടിസ്ഥാനമാണ് അറിയിച്ച കാര്യങ്ങൾ അറിയിച്ചതുപോലെ നമ്മൾ വിശ്വസിക്കും. അത് എങ്ങനെ എന്നുള്ളത് അറിയിച്ചിട്ടില്ല, അതുകൊണ്ട് അത് അള്ളാഹുവിലേക്ക് ഉയർത്തുകയും ചെയ്യും. ഇവിടെ അഖീദ വിഷയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം പല ശുബ്ഹത്തുകളും, പ്രത്യേകിച്ചും അശ്ശരിയാക്കൾ, അവർ പല വിശേഷങ്ങളെയും മനസ്സിലാക്കുന്നിടത്ത് അവർ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സിഫത്തുകളെ വിശ്വസിക്കുമ്പോൾ അള്ളാഹുവിനെ തൻസീഹ് ചെയ്യുക, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത്. അതിനുവേണ്ടി കാര്യങ്ങൾ അള്ളാഹു ആലം എന്ന് പറയണമെന്ന്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അള്ളാഹുവിന്റെ യദ്, അള്ളാഹുവിന്റെ വജ്ഹ്, യദ്, മുഖം, കൈ എന്നുള്ള വിശേഷണങ്ങൾ അവരെന്ത് ചെയ്യും? അള്ളാഹുവിന് വജ്ഹ് ഉണ്ട്, ഖുർആനിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിന് യദ് ഉണ്ട്, ഖുർആനിൽ വന്നിട്ടുണ്ട്. അതെന്താ നമുക്കറിയില്ല. ഒരു പറയാണ് അതെന്താ നമുക്കറിയില്ല. യദ്, വജ്ഹ്, അത് മുഖം എന്നുള്ള അർത്ഥത്തിലോ കൈ എന്നുള്ള അർത്ഥത്തിലോ ഒന്നും മനസ്സിലാക്കാൻ പാടില്ല. അതെന്താ സാധനം നമുക്കറിയില്ല. അത് അല്ലാഹു ആലം. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ വിചാരിക്കും അതാണല്ലോ ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിൽ അതാണല്ലോ ശരി. അതായത് ഒരു വാക്ക് ആ വാക്കിന്റെ അർത്ഥം എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ വിചാരിക്കരുത്, അല്ലാഹു ആലം. എന്നാൽ അഹ്ലുസ് സുന്ന പറഞ്ഞ എന്താണ്, അള്ളാഹുവിന് യദുണ്ട്, വജ്ഹുണ്ട്. കാരണം ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അത് എന്താണോ അറബിയിൽ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുക, ആ നിലക്ക് മനസ്സിലാക്കും. വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖമാണ്, ആ അർത്ഥത്തിൽ മനസ്സിലാക്കും. യദ് എന്ന് പറഞ്ഞാൽ കൈയാണ്, ആ അർത്ഥത്തിൽ മനസ്സിലാക്കും. പക്ഷെ അത് എങ്ങനെ എന്നുള്ളത് അല്ലാഹു ആലം നമുക്ക് പറയും, നമുക്കറിയില്ല. അശ്ശരിയാക്കൾ പോലെയുള്ള പഴച്ച വിഭാഗങ്ങൾ ഒന്നെങ്കിൽ അത് പറ്റ നിഷേധിക്കും, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്നവർ തന്നെ അത് എന്താണ് എന്നുള്ളത് അള്ളാഹുലേക്ക് വിടും. അഹ്ലുസ് സുന്ന എന്താണ് എന്നുള്ളത് അറബിയിൽ അതിന്റെ അർത്ഥം എന്താണോ അങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കും. അത് എങ്ങനെയാണ് എന്നുള്ളത് അള്ളാഹുലേക്ക് ഉയർത്തുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അറിയിച്ച കാര്യങ്ങൾ വിശ്വസിക്കുന്നു, അറിയിക്കാത്ത കാര്യങ്ങൾ നമ്മൾക്ക് അറിയുകയുമില്ല.
وكذلك نقول في جميع صفات الباري എന്ന് ഷെയ്ഖ് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വിശേഷണങ്ങളിലും നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള എല്ലാ വിശേഷണങ്ങളിലും ഇന്നഹു അഖ്ബറനാ ബിഹാ നമ്മുടെ വിശ്വാസം എന്താണ് നമുക്ക് അതിനെ തൊട്ട് അറിയിച്ചു തന്നിട്ടുണ്ട് അതെന്താണ് കാര്യം എന്ന് അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അതിൽ വിശ്വസിക്കുന്നു വലം യുഖ്ബിർന അൻ കൈഫിയതിഹാ അത് എങ്ങനെയാണ് എന്ന് നമ്മെ അറിയിച്ചിട്ടുമില്ല അതുകൊണ്ട് നമ്മൾ അതിൽ അത് എങ്ങനെയാണ് എന്നുള്ളത് വിശ്വസിക്കുന്നുമില്ല فعلينا أن نؤمن بكل ما أخبرنا في كتابه وعلى لسان رسوله صلى الله عليه وسلم നമ്മുടെ മേലുള്ള ബാധ്യത എന്താണോ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് ഖുർആനിലും ഹദീസിലുമായിട്ട് അറിയിച്ചു തന്നിട്ടുള്ളത് അതിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കും വലാ നസീദു അലാ ദാലിക വലാ നൻഖുസു മിൻഹു അതിൽ നമ്മൾ കൂട്ടുകയുമില്ല കുറയുകയുമില്ല അതായത് അതിനെ വ്യാഖ്യാനിച്ച് ഏതെങ്കിലും തരത്തിൽ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിനെ കൂട്ടില്ല അതിനെ കുറയ്ക്കില്ല നമുക്കറിയില്ല അത് ഒഴിവാക്കാം എന്ന നിലക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അശീരിയാക്കൾ പറയുന്ന പോലെ നമ്മൾ പറയില്ല നമ്മൾ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം അത് എവിടെ നിൽക്കുന്നോ അവിടെ നമ്മൾ നിൽക്കും അതാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലുള്ള പൊതുവായിട്ടുള്ള വിശ്വാസം ഇത് പൊതുവെ ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള കാരണം നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് ഈ ഒരു അസ്മാഉ സിഫാത്തുള്ള വിശ്വാസമോ അതിന്റെ തൗഹീദോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ വളരെ കുറവാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ തന്നെ കുറവാണ് ഈ അടുത്ത കാലത്താണ് അതുപോലുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഇസ്ലാമിക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് പിഴച്ചു പോയ ആളുകൾ അവർ പ്രധാനപ്പെട്ട ഷിഈകളും അതുപോലെ തന്നെ ഖവാരിജുകളും എല്ലാം പല വേറെ വിശ്വാസപരമായിട്ടുള്ള അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും പിന്നീട് വന്ന ധാരാളം പിഴച്ച കക്ഷികൾ മുഅ്തസിലിയാക്കൾ ജഹ്മിയാക്കൾ അതുപോലെ തന്നെ മാതുരീദി ഖദ്രിയാക്കൾ ജബ്രിയാക്കൾ അങ്ങനെ തുടങ്ങി വന്നിട്ടുള്ളവരൊക്കെ അവർ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും എല്ലാം മനസ്സിലാക്കുന്നിടത്ത് അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് അങ്ങനെ എല്ലാ മേഖലയിലാണ് പിഴച്ചു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം എങ്ങനെയാണോ സ്വഹാബികൾ വിശ്വസിച്ചത് സലഫുകൾ എങ്ങനെയാണോ വിശ്വാസം ഉണ്ടായിരുന്നത് ആ നിലക്ക് തന്നെ നമ്മൾ വിശ്വസിക്കണം അഖീദത്തു സലഫ് നമ്മൾ പഠിക്കണം അടുത്ത ചോദ്യം അസ്സുആലുൽ ഖാമിസ് അഞ്ചാമത്തെ ചോദ്യം മാ ഖൗലുക്കും ഫി റഹ്മതി വൻ നുസൂൽ ഇല സമാഇ ദുനിയ വനഹ്വിഹാ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വിഷയത്തിൽ അതുപോലെ ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു തആല ഇറങ്ങുന്ന വിഷയത്തിൽ അതുപോലുള്ള വിശേഷണങ്ങളുടെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പല വിശേഷണങ്ങളുമുണ്ട് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യും അതിനെ വിശ്വസിക്കും അതെങ്ങനെയാണെന്ന് ചോദിക്കാതെ വിശ്വസിക്കും അല്ലാഹു അലിയാണെന്ന് പറയുമ്പോൾ തന്നെ അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് രാത്രിയുടെ അവസാനത്തെ 1/3 ഇറങ്ങി വരുമെന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് നമ്മൾ അംഗീകരിക്കും അതെങ്ങനെ അല്ലാഹു അലം നമുക്കറിയില്ല അല്ലാഹു അലിയുമാണ് അല്ലാഹു തആല ഖരീബുമാണ് അല്ലാഹു തആല അലിയാണ് അല്ലാഹു തആല ഖരീബാണ് അല്ലാഹു അർശിന്മേൽ ഇസ്തിവാ ചെയ്തവനാണ് അല്ലാഹു തആല രാത്രിയുടെ അവസാനത്തെ 3 ഇറങ്ങുന്നവനുമാണ് എന്താണോ വന്നിട്ടുള്ളത് അത് നമ്മൾ വിശ്വസിക്കും എങ്ങനെ എന്നുള്ളത് അല്ലാഹു അലം അൽ ജവാബ് ഇതിന്റെ ഉത്തരമായി പറയുന്നു നുഅ്മിനു വ നുഖിറു ബികുല്ലി മാ വസഫ അല്ലാഹു ബിഹി നഫ്സഹു നാം വിശ്വസിക്കും നാം സ്ഥിരപ്പെടുത്തും എന്തെല്ലാം കാര്യങ്ങളാണോ അല്ലാഹു തആല അവന്റെ സ്വന്തത്തിന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ നാം വിശ്വസിക്കും മിനർ റഹ്മതി കാരുണ്യമാകട്ടെ വരിവ തൃപ്തിയാവട്ടെ അല്ലാഹുവിന്റെ വിശേഷണങ്ങളാണ് വന്നുസൂൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങലാവട്ടെ വൽമജി അതുപോലെ തന്നെ അന്ത്യനാളിൽ വിചാരണക്ക് വേണ്ടി വരുന്നതാവട്ടെ ഇതെല്ലാം ഖുർആനിലൂടെയും ഹദീസിലൂടെയും എല്ലാം സ്ഥിരപ്പെട്ട വിശേഷങ്ങളാണ് വബിമാ വസഫഹു ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചിട്ടുള്ള വിശേഷണങ്ങൾ അലാ വജ്ഹിൻ ഏത് നിലക്കാണ് നമ്മൾ അത് വിശ്വസിക്കുക അംഗീകരിക്കുക ലാ യുമാസിലുഹു ഫീഹി അഹദുൻ മിൻ ഖൽഖിഹി ഒരു സൃഷ്ടിയോടും സാദൃശ്യപ്പെടാതെ ഒരു സൃഷ്ടിയെയും പോലെയുണ്ട് എന്ന് പറയാതെ സൃഷ്ടിയെ പോലെയുണ്ടെന്ന് പറയാതെ നമ്മൾ ആ വിശേഷണങ്ങളെ വിശ്വസിക്കും ഫൈനഹു ലൈസ കമിസ്ലിഹി ഷൈഉൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ മറ്റൊന്നുമില്ല അല്ലാഹുവിനെ പോലെ മറ്റൊന്നും തന്നെ ഇല്ല ഫകമാ അന്ന ലില്ലാഹി ദാതൻ ഏതുപോലെ അല്ലാഹുവിന് ഒരു അസ്തിത്വമുണ്ട് അല്ലാഹ് എന്ന് പറയുമ്പോൾ അസ്തിത്വമുണ്ടല്ലോ ലാ തുഷ്ബിഹു അസ്സവാത് അതുപോലെ മറ്റൊന്നുമില്ല അതായത് അല്ലാഹുവിനെ പോലെ വേറൊന്നുണ്ട് നമ്മൾ പറയോ ഇല്ല ഫലഹു തആല സിഫാത്തുൻ അതുപോലെ തന്നെ അല്ലാഹുവിന് വിശേഷണങ്ങളുണ്ട് ലാ തുഷ്ബിഹു സിഫാത്ത് മറ്റൊരാൾക്കും ഇല്ലാത്ത വിശേഷണങ്ങൾ എന്തൊരു എളുപ്പമാണ് അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അള്ളാഹുവിനെ പോലെ വേറെ ആളുടെ വിശ്വസിക്കോ ഇല്ല ജാതിയായിട്ട് ഇല്ല അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശേഷങ്ങൾ പോലെ വേറെ വിശേഷങ്ങളുമില്ല അതായത് പലപ്പോഴും അള്ളാഹുവിന്റെ നാമങ്ങളുടെ വിശേഷങ്ങളെ ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും അംഗീകരിക്കാനും തയ്യാറാകാത്ത ആളുകൾ അവർക്കുള്ള പിഴവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാമം അല്ലെങ്കിൽ ആ വിശേഷണം നാം വിശ്വസിച്ചാൽ അത് സൃഷ്ടികളോട് പോലെയാണോ അള്ളാഹുവിനെ സൃഷ്ടികളെ പോലെ ആക്കലാണ് എന്നുള്ളതാണ്
അപ്പൊ അള്ളാഹു തആലക്ക് കൈയുണ്ട്, കൈ മനുഷ്യരുടെ അല്ലേ അല്ലെങ്കിൽ മൃഗങ്ങളുടെ അല്ലേ, അത് അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് അവയവുണ്ട് പറയലാണ്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് സാദൃശ്യപ്പെടുത്തലാണ്, അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കാം എന്ന നിലക്ക്. അതിന്റെ ആവശ്യമില്ല, അവരോട് ആരും പറഞ്ഞിട്ടില്ല ഇന്ന സൃഷ്ടികളെ പോലെയാണ് അത് എന്ന് വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനതുണ്ട്, അതെങ്ങനെയാന്ന് നമുക്കറിയില്ല, അങ്ങനെ വിശ്വസിക്കുകയാണ് വേണ്ടത്. അപ്പൊ അള്ളാഹുവിനെ പോലെ വേറൊന്നുമില്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പോലെ വേറൊരു വിശേഷണവുമില്ല. ബുർഹാനു ദാലിക്, അതിലുള്ള തെളിവ് എന്താണ്? മാ സബത മിൻ തഫ്സീലാത്തിൽ അദീമത്തി ഫിൽ കിതാബി വസ്സുന്ന ഫി ഇസ്ബാതിഹാ വസ്സനാഇ അലല്ലാഹി ബിഹാ. ഖുർആനിലും ഹദീസിലും ഈ വിശേഷണങ്ങളെ സ്ഥിരപ്പെട്ടുകൊണ്ട് വ്യക്തമായി വന്നിട്ടുള്ളതും അതിനെ തഫ്സീലായിക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സ്ഥിരപ്പെടുത്തി അതുകൊണ്ട് മദ്ഹ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതായത് അസ്മാഉ സിഫാത്തിന്റെ ബാബിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് ഖായിദകളിലൂടെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് പഠിക്കാനുമുണ്ട്. ആ നിലക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യമാണത്. എന്നിട്ട് പറയാണ് വമാ വറദ അലാ വജ്ഹിൽ ഉമൂം, മൊത്തമായിക്കൊണ്ട് പറയുകയാണെങ്കിൽ പൊതുവായിക്കൊണ്ട് ഖുർആനിൽ വന്നിട്ടുണ്ട് ഫീ തൻസീഹിഹി, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തൽ, അനിൽ മിസ്ല്, അള്ളാഹുവിന് ഉപമയില്ല, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല എന്നതിനെ തൊട്ട്, വന്നിദ്, പകരക്കാരൻ, അള്ളാഹുവിന് പകരക്കാരനായ ഒരാളുമില്ല എന്നുള്ളത്, ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നുണ്ട്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ എന്നുള്ളത്. മിസ്ലു പറഞ്ഞാൽ പോലെ എന്നുള്ള അർത്ഥത്തിൽ, ഇത് പറഞ്ഞാൽ അള്ളാഹുവിനെ ഒഴിവാക്കി വേറൊരാൾ. വൽ കുഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഒപ്പം നിൽക്കുന്ന, അള്ളാഹുവിനോട് ചേരാൻ പറ്റുന്ന രീതിയിൽ ഗുണങ്ങളുള്ള ഒരാൾ, ലം യകുൻ ലഹു കുഫുവൻ അഹദ് വന്നിട്ടുണ്ട്. വശരീക്ക്, പങ്കുകാരൻ, അള്ളാഹുവിന് പങ്കുകാരനായിക്കൊണ്ട് ലാ ശരീക ലഹു എന്ന് ധാരാളം ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പൊതുവായിട്ടുള്ള വിശ്വാസം നാം നേരത്തെ പറഞ്ഞതുപോലെ ആയിരിക്കണം. അസ്സുആലു സാദിസ്, ആറാമത്തെ ചോദ്യം, മാ ഖൗലുകും ഫീ കലാമില്ലാഹി ഫിൽ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആനിലുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് ഇസ്ലാമിക ലോകത്ത് നാം ഏറ്റവും അധികം കേൾക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഇമാം സുന്ന, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സഹിച്ച ത്യാഗവും പരീക്ഷണവും എല്ലാം ഈ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ്. കാരണം അദ്ദേഹം അന്ന് കാലത്ത് മുഅ്തസിലികൾ ഭരണകൂടത്തിന്റെ കീഴിലുള്ള പണ്ഡിതന്മാർ, അവരുടെ കീഴിൽ ഖുർആൻ അല്ലാഹു തആല സൃഷ്ടിച്ചതാണ്, അത് മഖ്ലൂഖാണ് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനവും, പക്ഷേ ഒരു വിഭാഗം അന്ന് ഉണ്ടായിരുന്ന സുന്നത്തിന്റെ സലഫുകളുടെ അഖീദ കാത്തു സൂക്ഷിക്കുന്ന ആളുകളെല്ലാം ആ വിശ്വാസത്തിലായി പിഴച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം മാത്രമാണ് ആ ഒരു സത്യം വിളിച്ചു പറഞ്ഞത്. ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ കലാമാണ്, അത് മഖ്ലൂഖല്ല, സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ സിഫത്താണ് എന്നുള്ളത്. നമ്മുടെ നാടുകളിൽ പലപ്പോഴും അതൊരു ചർച്ചയേ അല്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നേ ഇല്ല. പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് എന്താണ് ഖുർആൻ, എന്താണ് മുസ്ഹഫ് എന്നുള്ള വ്യത്യാസം തന്നെ അറിയാത്ത ആളുകളാണ് ധാരാളം ആളുകൾ. മുസ്ഹഫ് എന്ന് പറയേണ്ടടുത്ത് ഖുർആൻ എന്ന് പറയും, ഖുർആൻ എന്ന് പറയേണ്ടടുത്ത് മുസ്ഹഫ് എന്ന് പറയും. അതായത് ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുള്ള വാചകങ്ങളും ആശയങ്ങളുമാണ് ഖുർആൻ. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ രണ്ട് ചട്ടകൾക്കകത്ത് അത് എഴുതി ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ളതിനാണ് മുസ്ഹഫ്. അപ്പൊ ഒരു മുസ്ഹഫ് എടുക്കാൻ പറയുന്നതിന് നമ്മൾ എന്ത് പറയും? ഖുർആൻ എടുക്കുക എന്ന് പറയും. അല്ലെങ്കിൽ മുസ്ഹഫ് പാരായണം ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുസ്ഹഫ് പാരായണം ചെയ്യുക എന്ന് പറയും. അതായത് ചില ആളുകൾ, അറിവില്ലാത്ത ആളുകൾ. അപ്പോൾ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരം, അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. ആ നിലക്ക് തന്നെ വിശ്വസിക്കണം. അൽ ജവാബു നഖൂൽ, എന്നിട്ട് ഷെയ്ഖ് പറയാണ് ഇതിന്റെ ഉത്തരം നാം പറയും, അൽ ഖുർആൻ കലാമുല്ലാഹ്, ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്, മുനസ്സലുൻ ഗൈറു മഖ്ലൂഖിൻ, അത് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിയല്ല. അത് ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയും അതിന്റെ ലഫ്ദും സൗത്തും അതിന്റെ വാചകങ്ങളും ശബ്ദവും ജിബ്രീൽ അലൈഹിസ്സലാം കേൾക്കുകയും അത് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കേൾപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിത്തരുകയും ചെയ്ത ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്, വിശേഷണമാണ്, അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്, അള്ളാഹു സൃഷ്ടിച്ചതല്ല. കാരണം ചില പിഴച്ചവാദക്കാർ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കലാമാണെന്ന് അംഗീകരിക്കും, പക്ഷെ ആ കലാം അള്ളാഹു സൃഷ്ടിച്ചതാണെന്ന് പറയും. അങ്ങനെ പിഴച്ചവാദങ്ങളുണ്ട്. മിൻഹു ബദഅ വ ഇലൈഹി യഊദ്, അള്ളാഹുവിൽ നിന്ന് ആരംഭിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണത്. അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതിനെ ചിലപ്പോൾ വിശദീകരിച്ച് കാണാം. ചില ഹദീസുകളിലെല്ലാം വന്നതുപോലെ അന്ത്യനാളിന്റെ സമയത്ത്, അവസാന സമയത്ത് ഖുർആൻ അള്ളാഹുവിലേക്ക് ഉയരും. മുസ്ഹഫിലെ ഏടുകളിൽ നിന്ന് മാഞ്ഞു പോകും, ഹെഫ്ബാക്കി അവരുടെ കൽബിൽ നിന്ന് മറപ്പിക്കപ്പെടും. അങ്ങനെ ഖുർആൻ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വേറെയും ചില തഫ്സീറുകൾ ആ ഒരു ആശയത്തിന് വന്നിട്ടുണ്ട്. എന്നാൽ ഇതാണ് കൂടുതൽ ശരിയായി നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. വല്ലാഹുൽ മുതകല്ലിമു ബിഹി ഹഖ്ഖൻ, അല്ലാഹു തആല ഈ ഖുർആൻ കൊണ്ട് സംസാരിച്ചതാണ്, അള്ളാഹു സംസാരിച്ചതാണ് ഖുർആൻ എന്നുള്ളത് സത്യമായിക്കൊണ്ട്.
ലഫ്ളിഹി വ മആനിഹി, അതിന്റെ ലഫ്ളും അതിന്റെ ആശയങ്ങളും, അതിലെ വാചകങ്ങളും അങ്ങനെയാണ്, അതിന്റെ ആശയങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ അല്ലാത്ത ഹദീസുകളുണ്ട്, ഹദീസുകളുടെ ആശയം അള്ളാഹുവിൽ നിന്നുള്ളതാണ്, പക്ഷെ വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സഹാബികളെയോ വാചകങ്ങളിലൂടെയാണ് ആ വാക്കുകളുണ്ടാവും, ഖുദ്സിയായ ഹദീസുകൾ ഒഴികെ. അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ലഫ്ളും മഅനയും അള്ളാഹു എന്നുള്ളതാണ്. വലം യസൽ വലാ യസാലു മുതകല്ലിമൻ ബിമാ ശാഅ ഇദാ ശാഅ, അള്ളാഹു എപ്പോഴും സംസാരിക്കുന്നവനാണ് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം. അഥവാ സംസാരം എന്നുള്ള സിഫത്ത് അള്ളാഹു എപ്പോഴുണ്ടോ അപ്പോൾ മുതലുണ്ട്, അള്ളാഹു എപ്പോൾ ഏതുവരെ ഉണ്ടാകുമോ അതുവരെ ഉണ്ടാകും. തുടക്കമില്ലാത്ത നിലനിൽക്കുന്നവനാണ്, എപ്പോഴും ഉള്ളവനാണ് അള്ളാഹു തആല, അവസാനമില്ലാതെ നിലനിൽക്കുന്നവനാണ് അള്ളാഹു തആല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഒരു വിശേഷണം അള്ളാഹു വിട്ടുപോകൂല. എപ്പോഴും അള്ളാഹു സംസാരം എന്നുള്ള വിശേഷണമുള്ളവനാണ്. പക്ഷേ എപ്പോൾ സംസാരിക്കണം, എന്ത് സംസാരിക്കണം എന്നുള്ളത് അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന പോലെ അള്ളാഹു തആല സംസാരിക്കും. വകലാമുഹു ലാ യൻഫദു വലാ ലഹു മുൻതഹ, അള്ളാഹുവിന്റെ സംസാരം കലാം എന്നുള്ളത് അതിന്റെ അവസാനമില്ല, അത് അവസാനിക്കുകയുമില്ല. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണം അവസാനിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? അത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ വിശേഷണം എപ്പോഴും അള്ളാഹുവിനോടൊപ്പം ഉള്ളതാണ്, അതിനൊരു അവസാനമില്ല, അള്ളാഹുവിന് അവസാനമില്ല, പിന്നെ അള്ളാഹുവിന്റെ വിശേഷണത്തിനും അവസാനമില്ല. അതാണ് കലാമുമായി ബന്ധപ്പെട്ട് അള്ളാഹു തആലയുടെ കലാമാണ് ഖുർആൻ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരിക്കേണ്ട വിശ്വാസം. ഏഴാമത്തെ കാര്യം അസ്സുആലു സാബിഅ, ഏഴാമത്തെ ചോദ്യം, മാ ഹുവൽ ഈമാനുൽ മുത്ലഖ് വഹൽ യസീദു വയൻഖുസ്, എന്താണ് നിരുപാധികം ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുകയും കുറയുകയും ചെയ്യുമോ എന്നുള്ളത്. ഈമാൻ എന്നുള്ളൊരു കാര്യമുണ്ട് എന്ന് നമുക്കറിയാം. എന്താണ് ഈമാൻ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഈമാനുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അത് കൂടുകയും കുറയുകയും ചെയ്യുമോ എന്നുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ഈമാനുമായി ബന്ധപ്പെട്ടുള്ള മസ്അല. ഇമാം സഅദി റഹിമഹുള്ളയുടെ തന്നെ ഒരു കിതാബുണ്ട്, തൗളീഹു വൽ ബയാൻ ലിശജറത്തുൽ ഈമാൻ, ഈമാനിന്റെ ശാഖകളെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മനോഹരമായ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണത്. അത് വായിക്കാൻ സാധിക്കുന്നവർ വായിക്കുക. നാം തന്നെ മുമ്പ് അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ദർസുകൾ കേൾക്കാൻ സാധിക്കുന്നവർ കേൾക്കുക. കാരണം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഈമാനുമായി ബന്ധപ്പെട്ട മസായിലുകൾ ചർച്ച ചെയ്യുന്ന കിതാബാണത്. ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ കൂടുകയും കുറയുകയും ചെയ്യുമോ എന്നുള്ളതിന് ഷെയ്ഖ് പറയുന്നു, അൽ ജവാബു അൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ ലിഅഖായിദിൽ ഖൽബി വഅഅമാലിഹി വഅഅമാലിൽ ജവാരിഹ് വഅഖ്വാലിൽ ലിസാൻ. അതൊരു ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുക? ഖൽബിന്റെ വിശ്വാസങ്ങൾ, അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ, നാവിന്റെ സംസാരങ്ങൾ. അഖായിദുൽ ഖൽബ്, അഅമാലുൽ ജവാരിഹ്, ഖൽബിന്റെ പ്രവർത്തനങ്ങൾ, ഖൽബിന്റെ വിശ്വാസവും ഖൽബിന്റെ പ്രവർത്തനങ്ങളും, ഖൽബിന്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ, നാവ് കൊണ്ടുള്ള സംസാരങ്ങൾ. അപ്പോൾ മൂന്ന് തരത്തിലും മൂന്ന് കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് ധാരാളം തെളിവുകൾ ഖുർആനിലും ഹദീസിൽ നിന്നും ഉലമാക്കൾ കൊണ്ടുവരാറുണ്ട്. അതിൽ അറിയപ്പെട്ട ഒരു ഹദീസാണ് ഈമാൻ 73ഓളം ശാഖകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അലഹ, അതിൽ ഉന്നതമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. അതിലേറ്റവും ചെറുത് ഇമാഅത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ തടസ്സം നീക്കം ചെയ്യലാണ്. അതുപോലെ തന്നെ ഹയാ, ഖൽബിന്റെ പ്രവർത്തനം, ലജ്ജ, അത് ഈമാനാണ് എന്നുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ഒരു തെളിവാണ്, വേറെയും ഹദീസുകൾ പറയാറുണ്ട്. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് ഈമാൻ എന്നുള്ളത്. ഫജമീഉദ്ദീനി ഉസൂലിഹി വഫുറൂഇഹി ദാഖിലുൻ ഫിൽ ഈമാൻ, ദീനിന്റെ എല്ലാ കാര്യങ്ങളും, ദീനിന്റെ അസ്ലാവട്ടെ, അടിസ്ഥാന കാര്യങ്ങളാവട്ടെ, ശാഖാപരമായ കാര്യങ്ങളാവട്ടെ, അതെല്ലാം ഈമാൻ ഉൾക്കൊള്ളുന്നതാണ്. ويترتب على ذلك أنه يزيد بقوة الاعتقاد وكثرته. അതുപോലെ തന്നെ ഇപ്പൊ ആദ്യം പറഞ്ഞത് ഈ ദീനിന്റെ എല്ലാ ഭാഗവും ഈമാൻ എന്നുള്ളതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഏതൊരു പ്രവർത്തനമാവട്ടെ അത് ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചില പാപങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ അവനിൽ നിന്ന് മാറി നിൽക്കും. ഒരാൾ വ്യഭിചരിക്കുമ്പോൾ, ഒരാൾ മദ്യപിക്കുമ്പോൾ, ഒരാൾ കട്ടെടുക്കുമ്പോൾ, ഒരാൾ പിടിച്ചുപറി നടത്തുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവന്റെ ഈമാൻ മാറി നിൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന് കാണാം. അഥവാ ആ ഈമാന്റെ പരിപൂർണത അവനിൽ ഉണ്ടാകില്ല. ഒരു മുഅ്മിനായ നിലക്ക് അവനത് ചെയ്യാൻ സാധിക്കില്ല. ഒരു ഈമാൻ ഉള്ള ഒരാൾ വ്യഭിചരിക്കുകയാണെങ്കിൽ ഈമാൻ അവന്റെ മേലൊരു കുട പോലെ മാറി നിൽക്കും. ആ വ്യഭിചാരത്തിന് ശേഷം മാത്രമേ അവന്റെ ഈമാൻ അവനിലേക്ക് കയറുകയുള്ളൂ എന്ന നിലക്കൊക്കെ ഹദീസ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഈമാൻ എന്നുള്ളത് എല്ലാ മേഖലയിലും ദീനിന്റെ മൊത്തം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യമാണ് ഈമാൻ. എന്നിട്ട് പറയാണ് അതോടൊപ്പം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരാളുടെ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് അത് വർദ്ധിക്കും. അതായത് ഒരാളുടെ വിശ്വാസം ശക്തമാണ് എങ്കിൽ അവന്റെ ഈമാനിൽ വർധനമുണ്ടാകും. വഹസ്നിൽ അഅമാലി വൽ അഖ്വാലി വകസ്റതിഹ, അതുപോലെ സൽക്കർമ്മങ്ങൾ, നല്ല വാക്കുകൾ, നല്ല സംസാരങ്ങൾ, ഇതുകൊണ്ടൊക്കെ ഈമാൻ വർദ്ധിക്കും. വയൻഖുസു ബിദാലിക്, ഇതിനെതിരായിക്കൊണ്ട് ഈമാൻ കുറയുകയും ചെയ്യും. അതായത് വിശ്വാസം ശരിയാകുന്ന ഇൽമു കൊണ്ടാണ്. ഒരാളുടെ ഇൽമു വർദ്ധിക്കുമ്പോൾ, അവന്റെ വിശ്വാസം ശക്തിപ്പെടുമ്പോൾ അവന്റെ ഈമാൻ വർധനമുണ്ടാകും. അതുപോലെ സൽക്കർമ്മങ്ങൾ, നല്ല സംസാരങ്ങൾ, ദിക്റുകൾ, ഈ കാര്യങ്ങൾ കൊണ്ട് ഈമാൻ വർധനമുണ്ടാകും. ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ, വിശ്വാസം ദുർബലമാണെങ്കിൽ, പാപങ്ങൾ ചെയ്താൽ, മോശപ്പെട്ട സംസാരങ്ങൾ ഉണ്ടായാൽ അവന്റെ ഈമാൻ കുറയുകയും ചെയ്യും. അപ്പോൾ ഒരാളുടെ ഫിഖ്ഹിൽപ്പെട്ടൊരു കാര്യമാണ് സലഫുകൾ പറഞ്ഞതുപോലെ, ഒരാൾക്ക് അവഗാഹമുണ്ട്, അവന് വളരെ ഫിഖ്ഹുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് അവന്റെ ഈമാൻ കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത് അവന് ബോധ്യപ്പെടുക എന്നുള്ളത്. അപ്പൊ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും ദീനിന്റെ എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്ന കാര്യമാണ് ഈമാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈമാനുമായി ബന്ധപ്പെട്ട് ഇനിയും ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ചിലത് ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യങ്ങളിൽ ഈ മുഅ്മിനീങ്ങളുടെ മർത്തബകൾ പറയുന്നിടത്ത്, അതുപോലെ തന്നെ പാപം ചെയ്താൽ ഈമാനിൽ ഉണ്ടാകുന്ന കുറവിനെ സംബന്ധിച്ച് ഒക്കെ പറയുന്നുണ്ട്. കാരണം ഈമാൻ കുറയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, മുർജിയാക്കൾ. അവരുടെ വാദം എന്താണ്? ഒരു തവണ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഈമാനിൽ കുറവുണ്ടാവുകയില്ല, അവൻ എത്ര വലിയ പാപം ചെയ്താലും എന്നാണ്. ആലോചിച്ച് നോക്കി. അതുപോലെ മറ്റു ചിലർ, ഒരാൾ വൻപാപം ചെയ്ത ഖവാരിജുകളാവട്ടെ, അതുപോലുള്ള പിഴച്ച വധക്കാർ, ഒരാൾ വൻപാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഈമാനിൽ നിന്ന് പുറത്തു പോകും. ഈമാൻ കുറയാതെന്നല്ല പറയുന്നത്, ഈമാനിൽ നിന്ന് പുറത്തു പോകും, അവന് പിന്നെ ഈമാൻ ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് അഹ്ലുസുന്ന വൽ ജമാഅ, വൻപാപങ്ങൾ ചെയ്താൽ അവന്റെ ഈമാൻ കുറവ് വരും, പാപങ്ങൾ സംഭവിച്ചാൽ ഈമാൻ കുറയും. കുഫറും ശിർക്കും സംഭവിച്ചാൽ ഈമാൻ നിന്ന് പുറത്തു പോകും. അതല്ലാത്ത വൻപാപങ്ങൾ കൊണ്ട് ഈമാൻ കുറയും, സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈമാൻ കൂടും. തൗബ ചെയ്ത് മടങ്ങിയാൽ ഈമാൻ തിരിച്ച് അവന് നേരെയാവുകയും ചെയ്യും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. അടുത്ത വരുന്ന ചോദ്യങ്ങളിൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസത്തിൽ ബാക്കി ചോദ്യങ്ങൾ വായിക്കാം. ഈ ചോദ്യോത്തരങ്ങൾ കൃത്യമായി നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് ഈ ഉത്തരങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അവരുടെ വിശ്വാസത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.